ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് സിനിമാ പ്രേമികളെ സംബന്ധിച്ച് വളരെ സന്തോഷപൂർണ്ണമായ ഒരു ദിവസമാണ്. മറ്റൊന്നുമല്ല, 70ാമത് നാഷണൽ ഫിലിം അവാർഡും 54ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും അനൗൺസ് ചെയ്തത് ഇന്നാണ്. അപ്പോൾ നമുക്ക് അനൗൺസ് ചെയ്തതിന് ശേഷം തന്നെ ഒരു ചേരിതിരിഞ്ഞുള്ള ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് അർഹിച്ചവർക്ക് കിട്ടി, അർഹിച്ചവർക്ക് കിട്ടിയിട്ടില്ല, അങ്ങനെ പറഞ്ഞൊരു ഫൈറ്റ് ഉണ്ട്. എന്തായാലും ആരാധകർക്കും പ്രേക്ഷകർക്കും ഒക്കെ സന്തോഷകരമായ ഒരു ദിവസമാണ്. എന്നാൽ ഈ ഒരു ദിവസത്തിൽ തന്നെ ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. അതിലൊരു കോൺട്രവേഴ്സിയാണ് ഏറ്റവും ലേറ്റസ്റ്റായി വന്നത്. അതാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നാഷണൽ ഫിലിം അവാർഡ് എന്ന് പറഞ്ഞാൽ ഓരോ നാഷണൽ ഫിലിം അവാർഡ് കഴിയുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് മലയാള സിനിമയിൽ നിന്ന് ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു അഭിനേതാവ് ഉണ്ടാകണം അല്ലെങ്കിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ മിക്ക നാഷണൽ അവാർഡിൻ്റെ ഫൈനൽ റൗണ്ടിലും ഒരുപാട് പേര് മത്സരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തവണ നാഷണൽ ഫിലിം അവാർഡിൻ്റെ ഫൈനൽ റൗണ്ടിൽ മത്സരിച്ചത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമുക്കാണ്. അങ്ങനെ പറയാം, പല ഘട്ടങ്ങളിലും ഫൈനൽ റൗണ്ടിൽ നിന്ന് അദ്ദേഹത്തിന് വിധി വഴുതി മാറിപ്പോയിട്ടുണ്ട്. ഇപ്പോഴിതാ എന്നാൽ ഈ ഒരു 70ാമത് നാഷണൽ ഫിലിം അവാർഡിലെ ഫൈനൽ റൗണ്ടിൽ മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയുമാണ് മത്സരിച്ചു എന്നാണ് കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് മീഡിയാസിൽ കൂടെ ഇങ്ങനെ പ്രചരിച്ച് പോകുന്നത്. എന്നാൽ ഈ ഒരു 70ാമത് നാഷണൽ അവാർഡ് അനൗൺസ് ചെയ്തതിനു ശേഷം മറ്റൊരു പ്രചരണം വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ഫൈനൽ റൗണ്ടിൽ മമ്മൂട്ടിയെ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ലാസ്റ്റ് ഫൈനൽ റൗണ്ടിൽ ഋഷഭ് ഷെട്ടിയോടൊപ്പം മത്സരിച്ച് നമുക്കറിയാം 12th ഫെയിലിയർ എന്ന് പറഞ്ഞ സിനിമകൾ എല്ലാവരും കാണുന്നത്. അതിലെ വിക്രാന്ത് മാസി എന്ന് പറഞ്ഞ അഭിനേതാവാണ്. ഇരുവരുമാണ് ഏറ്റുമുട്ടിയത് എന്നാണ് മറ്റൊരു റിപ്പോർട്ടുകൾ സൂചിക്കുന്നത്. ശരിക്കും എന്താണ് ആത്യന്തികമായ ഒരു സത്യമെന്ന് പറയുന്നത്? അതുപോലെ തന്നെ ഇത് നമുക്ക് ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീഡിയ അറിയില്ല. ആ ഒരു മീഡിയയിൽ പറയുന്നത് MP പത്മകുമാർ, അദ്ദേഹം നാഷണൽ ഫിലിം അവാർഡിലെ ജൂറി അംഗമായിരുന്നു. ഒരു മമ്മൂട്ടിയുടെ ഒരു സിനിമ പോലും അതിലോട്ട് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് മമ്മൂട്ടിയുടെ സിനിമകളായത് ഇപ്പോൾ നൻപകലായിക്കോട്ടെ, റൊഷാക്ക് ആയിക്കോട്ടെ, അങ്ങനെ ഒരു സിനിമയൊന്നും ഈ ഒരു ലിസ്റ്റിലേക്ക് അയച്ചിട്ടില്ല. ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലേക്ക് അയച്ചില്ല എന്ന് പറഞ്ഞൊരു പോസ്റ്റ് കണ്ടു. ശരിക്കും ഇത് സത്യമാണ്. എന്താണ് ആത്യന്തികമായ സത്യം എന്ന് പറയുന്നത്? അതുപോലെ തന്നെ നമ്മൾ കൂടെ ഫാൻ ഫൈറ്റ് എന്ന് ഒരുപായിട്ട് മമ്മൂട്ടി മോഹൻലാൽ ഫാൻ ഫൈറ്റ് ഇപ്പോൾ തന്നെ ട്വിറ്ററിലും ഫേസ്ബുക്കിലും എല്ലാം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇത് നല്ലതാണ്. ചിലർ വന്ന് PR വർക്കാണ്. എന്താണ് സത്യം? കൃത്യമായിട്ട് ആർക്കും അറിയാമെന്നില്ല ഈ ഫൈനൽ റൗണ്ടിൽ ആരൊക്കെയാണ് മത്സരിച്ചത് എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. നമുക്കറിയാം, നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും റിലയബിളായ സോഴ്സ് എന്ന് പറയുന്നത് മീഡിയയാണ്. അത് പത്രമായിരിക്കണം അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ, അങ്ങനെ പല മീഡിയകളുണ്ടല്ലോ. പക്ഷേ ഇവരൊക്കെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ വന്നു കഴിഞ്ഞാൽ അതെന്താണ് നടക്കാൻ പോകുന്നത്? ശരിക്കും ഫൈനൽ റൗണ്ടിൽ മമ്മൂട്ടി മത്സരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. പക്ഷേ ആരെ വിശ്വസിക്കാൻ പറ്റും? മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയാണോ മത്സരിച്ചത്, അല്ലെങ്കിൽ ഋഷഭ് ഷെട്ടിയും വിക്രാന്ത് മാസിയാണോ മത്സരിച്ചത്? മമ്മൂട്ടി മത്സരിച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഋഷഭ് ഷെട്ടിയുമായിട്ടുള്ള ആ ഒരു ഫൈറ്റ് മാറിപ്പോയി. മമ്മൂട്ടി മത്സരിച്ചതിന് ചിലപ്പോൾ ഒരുപക്ഷെ നാഷണൽ അവാർഡിൻ്റെ വിധി തന്നെ മാറിപ്പോയനെ. നമുക്കറിയാം, റൊഷാക്കും നൻപകം എന്ന് പറഞ്ഞ സിനിമയിലെ നമുക്കറിയാം പ്രകടനം എന്ന് പറയുന്നത്. ഇതിന് മുമ്പ് വരെ ഞാൻ പറഞ്ഞിട്ട് കളക്ഷൻ വെട്ടിപ്പിക്കുന്നുണ്ട്. ED ഇതിനോടൊപ്പം തന്നെ നമുക്കറിയാം മഞ്ജുമേൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ കളക്ഷൻ തെറ്റായിട്ടാണെന്ന് പറഞ്ഞ് തന്നെ ED സെർച്ച് ചെയ്ത് വന്നു കാര്യങ്ങൾ. ഇതിനോടൊപ്പം തന്നെ നേരത്തെ ഒരു വീഡിയോ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് റിലയബിളായിട്ടൊരു ട്രസ്റ്റ് വർത്തായിട്ടുള്ള ഒരു സോഴ്സ് ഇല്ല. അതിപ്പോൾ സിനിമാ മേഖലയിലായിട്ട് തന്നെ കളക്ഷൻ ആയിക്കോട്ടെ, സിനിമയുടെ ഹിറ്റ് ഓർ ഫ്ലോപ്പ് സ്റ്റാറ്റസ് ആയിക്കോട്ടെ, ഇതൊക്കെ വെഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കൃത്യമായ ഒരു സോഴ്സ് ഇല്ല. ഇപ്പോഴത്തെ നാഷണൽ ഫിലിം അവാർഡിൽ ഇങ്ങനെ വരുവാണെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്? അതുപോലെ തന്നെ നമുക്കറിയാം, നാഷണൽ ഫിലിം അവാർഡ് റിസൾട്ട് വന്നപ്പോൾ തന്നെ ഇതിനോടൊപ്പം തന്നെ 2 നാഷണൽ ഫിലിം അവാർഡ് ഓൾറെഡി നമുക്കറിയാം റൂൾ ചെയ്യുന്ന ഗവൺമെൻറ് ആണെന്നറിയാം. അതുകൊണ്ട് തന്നെ അതിൽ ഒരു പൊളിറ്റിക്സ് കലർന്നിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഏത് അവാർഡിലും അതിനകത്ത് ചെറിയൊരു പൊളിറ്റിക്സ് കലർന്നിട്ടുണ്ടായിരിക്കും, അല്ലാതെ 100% ജെന്യൂനിറ്റി ഉള്ള എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്കറിയാം, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഈ വട്ടത്തെ ഗംഭീരമായിരുന്നു. എല്ലാം കൃത്യമായിട്ടെടുത്ത രീതി തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോഴും വന്നത് ചോദ്യം ഇതല്ല, ഈ അവാർഡുകളിലൊക്കെ ശരിക്കും ഒരു ട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു മമ്മൂക്കയുടെ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ MP പത്മകുമാർ എന്ന വ്യക്തി ജൂറി ചെയർപേഴ്സണാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പ്രേക്ഷകർ എന്നതിൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? ഈ ഒരു അവാർഡിന് ഒരു സത്യസന്ധതയുണ്ടോ? അത് നാഷണൽ ആയിക്കോട്ടെ, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ആയിക്കോട്ടെ, അതോ എന്നുള്ളത് നിങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാകും.